സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ സമരോത്സവ യൗവനത്തെ ശ്രവിക്കാൻ കാത്തിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ അർപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് വ്യത്യസ്തങ്ങളായ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഗോത്രങ്ങളുമായി ഛിന്ന ഭിന്നമായിരുന്ന ഒരു രാഷ്ട്രത്തെ, ഒരു സംവിധാനത്തെ അതിനൊരു ഭൂപടം നിർണയിക്കുകയും ആ ഭൂപടത്തിന് അതിർവരമ്പുകൾ തീരുമാനിക്കുകയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സർവ്വജനവിഭാഗങ്ങളും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനപൂർവ്വം പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു നിയമ സംവിധാനം രൂപീകരിക്കുകയായിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറും KM മുൻഷിയും സയ്യിദ് അബ്ദുള്ളയും ഉൾപ്പെടെയുള്ള 6ഓളം വരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആക്കുന്നതിന് നിയമ സംവിധാനം രൂപപ്പെടുത്തണമെന്ന് നെഹ്റു പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ ധീരരായ ഭരണകർത്താക്കൾക്ക് കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും ഫ്രഞ്ചിനോടും പോർച്ചുഗീസിനോടും പരപൊരുതി ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ഒരു പൂർണ്ണമായ സ്വരാജ് രൂപീകരിക്കുന്നതിനാണ് എന്ന ധാരണയിൽ ഈ രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണം പരിപൂർണമായും ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന് ഈ രാജ്യത്തെ സർവ്വജന വിഭാഗങ്ങളും പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഇന്ത്യ ഒരു പൂർണ്ണമായ റിപ്പബ്ലിക് രാജ്യമായി മാറി. അതിൽ അഭിമാനം കൊള്ളുന്ന ജനവിഭാഗങ്ങൾ ഇന്ത്യക്കാർ, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഹിന്ദുസ്ഥാനിയാണ് എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഇന്ത്യക്കാർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഏതൊരു ജനുവരി 26 വരുമ്പോഴും അഭിമാനമാണ് ഉണ്ടാകുന്നത്, ആഘോഷമാണ് ഉണ്ടാകുന്നത്. എന്നാൽ നാം തിരിച്ചറിയേണ്ടത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലോ വൈദേശിക ശക്തികളോട് കലഹിക്കുന്നതിലോ ഇന്ത്യയുടെ മണ്ണ് സ്വതന്ത്രമാക്കുന്നതിലോ യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്ന സംഘപരിവാർ ഫാസിസം അവർക്ക് ജനുവരി 26 ഒരു പുതുമയുള്ള ദിവസമില്ല. ജനുവരി 26 ഫാസിസത്തിന് ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളല്ല. ജനുവരി 26 ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആഘോഷമേ അല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനു പകരം അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനുവരി 22-നെ. ജനുവരി 22-നെയാണ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ പ്രധാനമായും ലോകത്തോട് സംസാരിക്കുന്നത് ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് എന്ന്, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് ലോകത്തോട് സംസാരിക്കുന്നു. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം, മതേതര രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഓരോ ജനങ്ങളും. എന്നാൽ ഇന്ത്യ ജനാധിപത്യവും മതേതരവുമാകുന്നത് ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന് ഇന്ത്യയിൽ ഫാസിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നരേന്ദ്രമോദി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ജനാധിപത്യത്തെയും മതേതര മൂല്യങ്ങളെയും ഫാസിസത്തിന് എക്കാലത്തും അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. അവരതിനെ ഒരിക്കലും ഉൾക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ ജനകീയമായ ജനാധിപത്യ ആഘോഷത്തെ, ജനുവരി 26 എന്ന ആഘോഷത്തെ ഫാസിസമെന്നും ഭയപ്പെടുകയും തങ്ങളുടെ ആശയധാരക്ക് മതേതരത്വവും ജനാധിപത്യവും ഭീഷണിയാണ് എന്ന് ഫാസിസം തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് ആ 26-ന് മുമ്പ് ഒരു ജനുവരി 22-ന് അവർ ചരിത്രത്തിൽ കോറിയിട്ടത്. ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് മുകളിൽ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിന്റെ ഉൾത്തിടമായിരുന്ന ബാബരി മസ്ജിദ് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ആരാധന നടത്തിക്കൊണ്ടിരുന്ന
500 വർഷക്കാലം ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു മസ്ജിദിനെ തകർത്തുകൊണ്ട് അതുക്ക് മുകളിൽ ഒരു കെട്ടിടം പണിതുകൊണ്ട് ജനുവരി 26 പകരം ജനുവരി 22 ഞങ്ങൾക്ക് വിശിഷ്ടമായത് എന്ന് ഫാസിസം പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്ക് മുമ്പിൽ. പക്ഷെ നാം തിരിച്ചറിയേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ജനുവരി 22 അവർ ആശ്രയിക്കുന്നത്, ജനുവരി 26 പകരം. കാരണം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഈ രാജ്യം റിപ്പബ്ലിക്കായനെ ആഘോഷിക്കുമ്പോൾ ഫാസിസം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ മതാധിഷ്ഠിത രാജ്യമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാണ്. ഇവിടെ ജനാധിപത്യ വിശ്വാസികളുടെ ഇടനെഞ്ചിലെ തേട്ടങ്ങളായിരുന്നു ഈ രാജ്യം മതമൂല്യങ്ങളിൽ നിന്ന് മതേതര മൂല്യങ്ങളെയും മതമൂല്യങ്ങളെയും മുറുകെ പിടിക്കുകയും എല്ലാ മതത്തോടും വിശ്വാസത്തോടും ഒരേ അകലവും അടുപ്പവും പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നത് രാജ്യത്തിന്റെ താല്പര്യമാണ്. ആ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിന് പകരം ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് അപകടകരമായ ഒരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു, ഹൈന്ദവ സംസ്കൃതിയെയോ ഈ രാജ്യത്തെ സനാതന ധർമ്മങ്ങളെയോ മുറുകെ പിടിച്ചുകൊണ്ട് അല്ല ഫാസിസം മുമ്പോട്ട് പോകുന്നത്, മറിച്ച് ഹിംസാത്മക ഹിന്ദുത്വത്തെ മുറുകെ പിടിക്കുകയും സവർണ ഫാസിസം ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് അധികാരത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങൾ എക്കാലത്തും തങ്ങളുടെ കൈക്കുള്ളിൽ ഒരുമിപ്പിക്കാമെന്നൊരു ധാരണയിൽ നരേന്ദ്രമോദി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ കാരണം? അധികാരമാണ്, സമ്പത്താണ്, അതാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം തിരിച്ചറിയേണ്ടത് ബാബരി മസ്ജിദിന് മുകളിൽ അതിന്റെ താഴികക്കുടങ്ങളെ തകർത്തുകൊണ്ട് ആ ഭൂമിയിൽ ക്ഷേത്രമെന്ന കെട്ടിടം പണിയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രബലമായ സർവ്വ ഹൈന്ദവ ആചാര്യമാരും സർവ്വ ഹൈന്ദവ കേസരിമാരും പൂജാരിമാരും ആ ആഘോഷത്തെ നരേന്ദ്രമോദിയുടെ RSSന്റെ സംഘപരിവാറിന്റെ ആഘോഷത്തെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. രാജ്യത്തെ പ്രബലമായ സർവ്വ പൂജാരികളും പ്രബലമായ ആചാര്യന്മാരും ഹൈന്ദവ ആചാര്യന്മാർ മുഴുവൻ നരേന്ദ്രമോദി ആഘോഷത്തെ തള്ളി പറഞ്ഞു. അതൊരിക്കലും ഒരു റിലീജിയസ് സെറിമണി അല്ല എന്നും അത് കേവലം പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നും രാജ്യത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാര്യന്മാർ തീർത്തു പറയുന്നു. കേട്ടോ, RSS പ്രഖ്യാപിച്ചത് ഹൈന്ദവ വീടുകളിലും രാജ്യത്തെ സർവ്വ വീടുകളിലും ദീപം തെളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ വീടുകളിൽ മാത്രമാണ് കേവലം ദീപം തെളിഞ്ഞത്. ഒരു ജനാധിപത്യ വിശ്വാസിയുടെ കുടുംബങ്ങളിലും ഒരാളുടെ ഒരു രാത്രി പോലും ഒരു സമയത്ത് പോലും ഒരു നിമിഷത്തിൽ പോലും ആ ഒരു ആചാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരാളും ദീപം തെളിച്ചില്ല. സംഘപരിവാറിന്റെ ആലയിൽ മാത്രമാണ് ദീപം തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഇന്ത്യ 22-ലെ ഫാസിസത്തിന്റെ ആഘോഷത്തെ ചവിട്ടി പുറത്താക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് ജനാധിപത്യ ഇന്ത്യയുടെ പ്രത്യേകത. ഏതാനും ചില സെലിബ്രിറ്റികൾ, ഏതാനും ചില സിനിമാ നടന്മാർ, ഏതാനും ചില ആളുകൾ നരേന്ദ്രമോദിയുടെ മൂട് താങ്ങിയാൽ സംഘപരിവാറിന് റാങ് മൂലിയാൽ എനിക്കെന്തെങ്കിലും എറിഞ്ഞു കിട്ടുമെന്ന ചില അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയവും മതത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചിലർ മാത്രമാണ് നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിച്ചത് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജനുവരി 26-ലെ ഈ റിപ്പബ്ലിക് ദിനത്തെ ആഘോഷമാക്കുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ച് ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും പുച്ഛിക്കുകയാണ്. അവർക്ക് ജനുവരി 2-നേക്കാൾ ഒക്ടോബർ 30-നെയാണ് ഇഷ്ടം. അവർക്ക് ഗാന്ധി ജയന്തിയേക്കാൾ ഗാന്ധിയെ കൊന്ന ദിവസമാണ് ഫാസിസത്തിന് ഇഷ്ടം. ആ ദിവസമാണ് അവരെ കാലത്തും ആഘോഷിക്കാറുള്ളത്. ഓഗസ്റ്റ് 15-നെ പോലും സംഘപരിവാർ ആഘോഷിച്ചിരുന്നില്ല. RSSന്റെ കാര്യാലയങ്ങളിലോ RSSന്റെ പ്രദേശങ്ങളിലോ ഹിന്ദുത്വരായ ആളുകൾ എവിടെയും ഓഗസ്റ്റ് 15 പോലും ആഘോഷിച്ചിരുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ റിപ്പബ്ലിക് ദിനത്തെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ ദിനമായി, രാജ്യത്തിന്റെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു പൗരനായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള നിയമ വ്യവസ്ഥയെ രൂപീകരിക്കപ്പെട്ട ദിനത്തെ അഭിമാനമായിട്ടാണ് SDP കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ആ ചർച്ചയിലാണ് നരേന്ദ്രമോദി തൃശൂരിൽ വന്നുകൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് ഏതാനും മീറ്റർ അപ്പുറത്ത് വന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കൊടുക്കുന്നു, RSSന്റെ ഗ്യാരണ്ടി കൊടുക്കുന്നു. അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നരേന്ദ്രമോദിയും സംഘപരിവാറിനോട് പറയുന്നത്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ജനാധിപത്യ ഇന്ത്യക്ക് ആവശ്യമില്ല. ഈ ജനാധിപത്യ ഇന്ത്യക്ക് അനിവാര്യമായി വരുന്നത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഇവിടെ വന്നുകൊണ്ട് ഹേ ഭായിയോ ബഹനോ അല്ലേ, നമ്മുടെ തൃശ്ശൂരിൽ വന്നുകൊണ്ട് നാരിയോ കേ ലിയേ മേരാ മോഡി മോഡി കാ ഗ്യാരണ്ടി ഹേ, നാരിയോ കേ ലിയേ മോഡി കാ ഗ്യാരണ്ടി ഹേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ പ്രഖ്യാപിക്കുകയാണ്, പ്രസംഗിക്കുകയാണ് അയാൾ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ചോദിക്കാനുള്ളത്, നരേന്ദ്രമോദിജി ആപ്കാ ഗ്യാരണ്ടി ये इंडिया के लिए नहीं चाहिए, इंडिया के लिए चाहिए इंडियन कॉन्स्टिट्यूएंसी का गारंटी है. आपका एक सवाल है, सोशल डेमोक्रेटिक पार्टी ऑफ इंडिया का एक सवाल है, अगर नारियों के लिए आप गारंटी देगा तो आपका बीवी का हालत क्या है, वो भी जन को ये लोगों को बोलना चाहता था. अगर नरेंद्र मोदी एक अगर सवाल है, अगर कठुआ में 8 साल वाले एक छोटी बच्ची को हालत क्या है, उनको क्या गारंटी दे सकते, वो भी हम लोगों को आपको एक सवाल है. अगर नरेंद्र मोदी अगर आप गारंटी देगा तो और एक सवाल है, हथरास में एक दलित बच्ची है, एक दलित बच्ची था, अगर हथरास में वो दलित बच्ची को क्या गारंटी आपको दे सकते, उनको भी सवाल आप देना पड़ेगा. मतलब സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സർവ്വജനങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദി താങ്കളുടെ ഗ്യാരണ്ടിയല്ല, RSSന്റെ ഗ്യാരണ്ടിയല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം. നിരന്തരമായി നരേന്ദ്രമോദി വാഗ്ദാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഗ്യാരണ്ടിയാണ് മോഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? തിരഞ്ഞെടുപ്പിന് മുമ്പ് 2014 തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, അഗർ ജീതേഗാ തോ സാർവജനം കാ പാക്കറ്റ് മേ 15 लाख रुपया डालेंगे. എവിടെ പോയി നരേന്ദ്രമോദി ഗ്യാരണ്ടി? 15 ലക്ഷം രൂപ ഓരോ ജനങ്ങളുടെയും പാക്കറ്റ് ഇടുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചുവെങ്കിൽ ആ ഗ്യാരണ്ടി ഇന്ത്യ രാജ്യത്ത് നടപ്പിലായിട്ടില്ല. ആ ഗ്യാരണ്ടി അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇന്ത്യ രാജ്യത്തെ ലക്ഷോപലക്ഷം ആളുകൾക്ക് മുമ്പിൽ, ആ ആളുകൾക്ക് മുമ്പിലേക്ക് നവംബർ 19 ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പൗരത്വ ബില്ല് കൊണ്ടുവരികയും ഇന്ത്യയിലെ ഹിന്ദുവിനും ക്രൈസ്തവനും അതുപോലെ തന്നെ ജൂതനും പാസിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നൽകുകയും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിന് പുറത്താകുന്ന ഗ്യാരണ്ടിയാണോ നിങ്ങൾ പറയുന്നത്? ആ ഗ്യാരണ്ടി ഇന്ത്യ രാജ്യത്ത് ആവശ്യമില്ല എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു. അവർക്ക് കൊടുക്കാനുള്ള ഗ്യാരണ്ടി ഏതാ? കാശ്മീരിലെ ജനങ്ങളോട് നരേന്ദ്രമോദി സംസാരിക്കുന്നു, 370 ആക്ട് നടപ്പിലാക്കിക്കൊണ്ട് 370 വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് കാശ്മീർ ജനങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിച്ചില്ലേ നിങ്ങൾ? സംഘപരിവാർ മറുപടി പറയണം. നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുക്കുന്ന നരേന്ദ്രമോദി മറുപടി പറയണം. കാശ്മീരിലെ ജനങ്ങളുടെ 307 വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് ആ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി കലാപഭൂമിയാക്കി കാശ്മീരിനെ മാറ്റിയ ആ ഗ്യാരണ്ടിയാണ് നിങ്ങൾ പറയുന്നത്. അത് രാജ്യത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലക്ഷദ്വീപ് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ആ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് ഒരു പുതിയ ഭൂനിയമം കൊണ്ടുവന്നു ലക്ഷദ്വീപിൽ. ആ നിയമപ്രകാരം ആ നിയമം ലക്ഷദ്വീപിൽ എങ്ങാൻ അടിച്ചേൽപ്പിച്ചാൽ ലക്ഷദ്വീപിലെ 70% ആളുകൾക്കും ഭൂമിയില്ലാത്തവരായി മാറും. എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ലക്ഷദ്വീപിലെ ജനങ്ങളെ ഭൂരഹിതരാക്കി ദ്വീപിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കേരളത്തിലും മംഗലാപുരത്തും ഉൾപ്പെടെ ആ പാവപ്പെട്ട ജനങ്ങളെ പുറന്തള്ളാനുള്ള പ്ലാനാണ് നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത്. ആ ഗ്യാരണ്ടി ഇന്ത്യ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഒരു നവംബർ മാസത്തിൽ രാത്രിയിൽ 8 മണിക്ക് മൈക്കിൽ മുട്ടിക്കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന 500,000 കറൻസികൾ കടലാസിന്റെ വില പോലുമില്ല എന്ന് പറഞ്ഞ ആ ഗ്യാരണ്ടിയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പറയുന്നു ആ ഗ്യാരണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല, ആ ഗ്യാരണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല. കച്ചവടം നടത്തുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്. GST കൊണ്ടുവന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നപ്പോൾ എന്താണ് നിലവിലത്തെ അവസ്ഥ? വ്യാപാരികളും വ്യവസായികളും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. വലിയ സാമ്പത്തികമായ തകർച്ചയുണ്ടാകുന്നു. സ്റ്റേറ്റിന്റെ കയ്യിൽ കാശുണ്ട്, ജനങ്ങളുടെ കയ്യിൽ കാശില്ല. അതാണ് GST നടപ്പിലാക്കി രാജ്യത്ത് സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തി. ആ ഗ്യാരണ്ടിയെ കുറിച്ചാണ് നരേന്ദ്രമോദി പറയുന്നതെങ്കിൽ അത്തരമൊരു ഗ്യാരണ്ടിയും ഈ രാജ്യത്ത് ആവശ്യമില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത്. പിന്നെന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കാൻ പറ്റുക? എന്നാൽ നമുക്ക് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ഗ്യാരണ്ടി കൊടുത്തു. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് 100 കണക്കിന് ഗ്യാരണ്ടികൾ നിങ്ങൾ കൊടുത്തു. ആ 100 കണക്കിന് ഗ്യാരണ്ടികളിൽ ഒരു ഗ്യാരണ്ടി അങ്ങ് പറഞ്ഞിരുന്നു. എന്താണ്? നോട്ട് നിരോധനത്തിന്റെ സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ന് മുതൽ നോട്ട് നിരോധിച്ച് 50 ദിവസം തികയുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറിയില്ല എങ്കിൽ എന്നെ പച്ചക്ക് കത്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയോട് ആ ഗ്യാരണ്ടി പാലിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? ഇന്ത്യൻ തെരുവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പച്ചക്ക് തീ കൊളുത്തി ഈ രാജ്യത്ത് ആ ഗ്യാരണ്ടിയാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇതാ കാരണം 700 പേര് ഇന്ത്യയുടെ തെരുവിൽ മരിച്ചു വീണത് കറൻസി നിരോധനം കൊണ്ട് മാത്രം. ഗ്യാരണ്ടി പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലോക പട്ടിക സൂചികയിൽ 125-ൽ 111-ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. 111-ാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ രാജ്യം അധപ്പതിച്ചിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളും ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെടെ, സുഡാൻ ഉൾപ്പെടെ, ഡർഫൂർ ഉൾപ്പെടെയുള്ള ദരിദ്രരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യക്ക് മുകളിലാണ്. ഇത് നാം തിരിച്ചറിയണം. തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് മോഡിക്ക് കൊടുക്കാറുള്ളത്? ഈ രാജ്യത്തെ യുവാക്കൾ നിരന്തരമായി ജോലിക്ക് വേണ്ടി തെരുവുകളിൽ ശയന പ്രദർശനം നടത്തേണ്ട സാഹചര്യമുണ്ടായി. യുവാക്കൾക്കും യുവതികൾക്കും ജോലിയില്ലാത്ത സാഹചര്യമുണ്ട്. സർക്കാർ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിക്ക് കൊടുക്കാനുള്ളത്? യാതൊരു ഗ്യാരണ്ടിയുമില്ല. സാമ്പത്തിക വിഷയത്തിൽ 2013 മാർച്ച് മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കടം 56.8 ലക്ഷം കോടി രൂപയാണെങ്കിൽ, ആലോചിച്ച് നോക്ക്, 56.8 ലക്ഷം കോടി രൂപയാണ് 2013 മാർച്ചിൽ ഇന്ത്യയുടെ കടമെങ്കിൽ 2023 മാർച്ച് 31-ന് ഇന്ത്യ രാജ്യത്തിന്റെ കടമെന്ന് പറയുന്നത് 158 ലക്ഷം കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ഒരു കുട്ടി ഈ സമയത്ത് പ്രസവിച്ചു വീണാൽ ഏതാണ്ട് 1,10,00,000 രൂപ കടക്കാരനായിട്ടാണ് കുട്ടി പ്രസവിച്ചു വീഴുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്, നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന കാർഷിക മേഖലയിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു. വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് കൊണ്ടുവന്നപ്പോഴും രാജ്യത്തെ ഹരിയാനയിലെയും ഛത്തീസ്ഗഡിലെയും പഞ്ചാബിലെയും ഡൽഹിയിലെയും കർഷകർക്ക് നരേന്ദ്രമോദി കൊടുത്ത ഗ്യാരണ്ടി എന്താ? കർഷകരായ നിങ്ങൾക്ക് 10 മടങ്ങ് ലാഭമുണ്ടാക്കുന്ന പുതിയ ബില്ലാണ് പാർലമെന്റിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോ മോഡിക്കും അദാനിക്കും അംബാനിക്കും മനസ്സിലായി. പക്ഷേ പാവപ്പെട്ട കർഷകർക്ക് ഇത് മനസ്സിലായില്ല. ആ പാവപ്പെട്ട കർഷകർ, രാവന്തിയോളം പണിയെടുക്കുന്ന കർഷകർ, അവരവസാനം ഡൽഹിയിലെ തെരുവുകളെ സമരോത്സുകമാക്കി മാറ്റിയപ്പോൾ നരേന്ദ്രമോദിക്ക് ആ ബില്ലിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. കർഷക ബില്ലിൽ ഒരു ഗ്യാരണ്ടിയും നരേന്ദ്രമോദിക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നാരിയോം കേലിയ ഒരുപാട് ഗ്യാരണ്ടി കൊടുത്തു. സ്ത്രീകൾക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ബ്രിജ്ഭൂഷൺ എന്ന് പറയപ്പെടുന്ന ഗുസ്തി ഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ബ്രിജ്ഭൂഷണ് എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ കൊടുത്തത്?
ബ്രിജഭൂഷണ് പൂർണ്ണമായ ഗ്യാരണ്ടി കൊടുത്തു. അഥവാ നീതിയും അനീതിയുമാണ് രാജ്യത്ത് നടക്കുന്നത്. ബ്രിജഭൂഷൺ എന്ന് പറയപ്പെടുന്ന ഏറ്റവും മ്ലേച്ഛനായ സഹപ്രവർത്തകരെ ഉൾപ്പെടെ ലൈംഗികമായി ചൂഷണം ചെയ്ത ആ ബ്രിജഭൂഷണ് നീ ഒരിക്കലും ജയിലിൽ പോകേണ്ടി വരില്ല എന്ന ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത്, നീതിയുടെ വിഷയത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് മോഡിക്ക് കൊടുക്കാൻ പറ്റുക? സ്റ്റാൻസ്വാമി എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട ദളിത് പിന്നോക്ക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻസ്വാമി എന്ന് പറയപ്പെടുന്ന 86 വയസ്സുകാരനായ ആ പാവപ്പെട്ട പൊതുപ്രവർത്തകൻ ആദിവാസി ഊരുകളിൽ വെള്ളവും കഞ്ഞിയും കുടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന പൊതുപ്രവർത്തനം നടത്തിയ സ്റ്റാൻസ്വാമിക്ക് ഈ രാജ്യത്ത് നീതി കൊടുക്കാൻ, ഗ്യാരണ്ടി കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ നാട്ടിലെ ഗുജറാത്തിൽ പൊതുപ്രവർത്തന രംഗത്തും IPS കാരനുമായിരുന്ന സഞ്ജയ് ഭട്ട് എന്ന 22 കാരറ്റ് ബ്രാഹ്മണനായ സഞ്ജയ് ഭട്ടിന് ഗ്യാരണ്ടി കൊടുക്കാൻ, നീതി കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. മറിച്ച് അർണോബ് ഗോസ്വാമി എന്ന് പറയപ്പെടുന്ന പശുഭീകരനായ ചാനൽ ചർച്ചയിൽ, അന്തിച്ചർച്ചകളിൽ നിരന്തരമായി മതവരി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർണാബ് ഗോസ്വാമിക്ക് പൂർണ്ണമായ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബൽക്കീസ് വാണി എന്ന് പറയപ്പെടുന്ന ഗുജറാത്തിലെ യുവതിയെ വളരെ മ്ലേച്ഛമായി പിച്ച് ചീന്തിയ സംഘപരിവാർ കാബാലിക കൂട്ടത്തിന് ജയിലിൽ പോകാൻ സാധ്യമല്ല എന്ന ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി കൊടുത്തത്. അവിടെയാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രത്യേകതയുള്ളത്. ആ ഗ്യാരണ്ടിയെ, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ വലിച്ചു കീറിക്കൊണ്ട് ഇന്ത്യയുടെ ജുഡീഷ്യറി കിടക്കട ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 11ഓളം വരുന്ന പ്രതികളെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടുത്തെ ഭരണഘടന ഗ്യാരണ്ടി. അവർക്ക് സ്വതന്ത്രം കൊടുത്തതാണ് ഇവിടുത്തെ നരേന്ദ്രമോദി കൊടുത്ത ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ രാജ്യത്ത് ഫാസിസം ഈ രാജ്യത്തെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യ രാജ്യം കടന്നു പോകുമ്പോൾ ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടേണ്ടത്. തുല്യനീതിയാണ് നമുക്ക് കിട്ടേണ്ടത്. നീതിയാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. പൗരന്മാർക്ക് സുരക്ഷയാണ് ലഭ്യമാകേണ്ടത്. നീതി നിർവഹണ മേഖലയിൽ കളങ്കമില്ലാത്ത വിധിപ്രഖ്യാപനമാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതൊരിക്കലും RSSന്റെ ഗ്യാരണ്ടിയല്ല, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയല്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഇപ്പൊ അവസാനമായി പാർലമെന്റിൽ വിശ്വഗുരു ചമയുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ലോകഗുരു എന്ന ഒരു പരിവേഷത്തിലേക്ക് സ്വയംഭൂവാവുകയും തന്റെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് അത് പ്രഖ്യാപിക്കുകയും അത് പാർട്ടി ബ്രാൻഡായി സ്വീകരിക്കുകയും ഒരു വട്ടം കൂടി മോഡിയെ വീണ്ടും ഇരുത്താനുള്ള ശ്രമമാണ് സംഘപരിവാറിന്റെ പിണിയാളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താ? ഇന്ത്യ രാജ്യത്തെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏകാധിപതിയുടെ കീഴിൽ ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു പോലീസ്, ഒരു രാജ്യം ഒരു യൂണിഫോം, ഒരു രാജ്യം ഒരു മതം, ഒരു രാജ്യം ഒരു ഭക്ഷണം, ഒരു രാജ്യം ഒരു വളം. അങ്ങനെ ഏകരാജ്യ ശിലാ സംവിധാനത്തിലേക്ക് ഈ രാജ്യം മാറ്റുന്നു. ഒരു രാജ്യം ഒരു രാജാവ് എന്നതിലേക്ക് മാറാനാണ് നരേന്ദ്രമോദി 16 ക്യാമറകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ ആ നാടകമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിനകത്ത് വളരെ പെട്ടെന്ന് ഒരുതരം പുകപോങ്ക് പൊട്ടിത്തെറിക്കുകയും ആളുകൾ പാനിക്കായി വിഷമിച്ച് പേടിച്ചുകൊണ്ട് MP-മാരും പാർലമെന്റിലെ ഉദ്യോഗസ്ഥന്മാരും നാലുപാടും പായുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം രാജ്യത്ത് ഇന്ത്യയിലാണ് എന്നും ആ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൊസാദാണ് എന്നും വളരെ വളരെ ഗർവോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ പാർലമെന്റിനകത്തേക്ക് ഏതാനും ചില ചെറുപ്പക്കാർ ചാടി വീണുകൊണ്ട് ഗ്യാസ് ബോംബുകൾ പൊട്ടിക്കുന്നു. എങ്ങനെ? BJPയുടെ MP-യുടെ പാസിലാണ് അവർ വന്നു കയറി. എവിടെയാണ് അന്വേഷണം നടന്നത്?
ആരാണ് അതിന്റെ പിന്നിലുള്ളത്? അതിന്റെ കുറ്റക്കാരുടെ താല്പര്യം എന്താണ്? എങ്ങനെയാണ് സെക്യൂരിറ്റി വെട്ടിച്ച് പാർലമെന്റ് അകത്തളങ്ങളിലേക്ക് ബിസിനസ് അവറിൽ കയറി വരാൻ അവർക്ക് അവസരം കിട്ടിയത്? അത് BJP MP-യുടെ ടിക്കറ്റ് ഉപയോഗിച്ച്. ഞാൻ പറയുന്നത് അഫ്സൽ ഗുരു എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ രാജ്യത്തിന്റെ പരമോന്നത കോടതി തൂക്കിക്കൊന്നിരുന്നു പാർലമെന്റ് ആക്രമണത്തിന്റെ പേര് പറഞ്ഞ്. അന്ന് പാർലമെന്റ് ആക്രമണത്തിന്റെ കേസിന്റെ ട്രയൽ നടക്കുമ്പോൾ ആ കേസിന്റെ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, കാറിൽ പാർലമെന്റ് അകത്തേക്ക് പോകുമ്പോൾ ഒരാൾ കാറിൽ നിന്ന് കൈപൊക്കുന്നു, എല്ലാ ബാരിക്കേഡുകളും ഉയർത്തിക്കൊടുക്കുന്നു, കാർ അകത്തേക്ക് പോകുന്നു. എന്നാൽ ആ ആളെ പിന്നീട് അറസ്റ്റ് ചെയ്തിട്ടില്ല, ജയിലിൽ അടക്കപ്പെട്ടിട്ടില്ല, കേസിൽ പ്രതിപട്ടികയിലില്ല. ആരായിരുന്നു ആ ഒരാൾ? പിന്നീട് അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അഫ്സൽ ഗുരു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനെയാണ്. ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് അകത്തളങ്ങൾ പോലും ദുരൂഹമായ സാഹചര്യത്തിലാണ് സംഘപരിവാറിന്റെ കൈകളിൽ ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ഒരു ഗ്യാസ് ബോംബ് അകത്ത് പൊട്ടിത്തെറിച്ചതിന്റെ പേരിൽ അതിന്റെ കാരണക്കാരെ രാജ്യത്തിന്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ, ഇന്ത്യയുടെ പാർലമെന്റിൽ നിരവധി പ്രതിപക്ഷ MP-മാർ സമരം പ്രഖ്യാപിച്ചപ്പോൾ 147 പേരെയാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. 147 MP-മാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, ആ സസ്പെൻഷൻ കാലാവധിയിൽ പാർലമെന്റിൽ പാസ്സായത് 10+7 17 പ്രധാനപ്പെട്ട ബില്ലുകളാണ് പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തത്. ഏതാ ബില്ലുകൾ? പ്രധാനപ്പെട്ട ബില്ലുകൾ ഏതാ? ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുടെ വാട്സപ്പ് സന്ദേശങ്ങളും ഇമെയിൽ സന്ദേശങ്ങളും മെസ്സേജ് സന്ദേശങ്ങളും സർവ്വതും പരിശോധിക്കാൻ, രാജ്യസുരക്ഷയുടെ പേരിൽ ഇതൊക്കെ പരിശോധിക്കാനുള്ള അവകാശം പോലീസിനും ഇന്റലിജൻസിനും നൽകണം എന്നാവശ്യപ്പെട്ട ബില്ല് ഒരു പ്രതിപക്ഷ MP-മാരുമില്ലാതെ രാജ്യത്ത് പാസ്സായി. നമുക്ക് വരുന്ന തപാലിലെ കത്തുകളും മറ്റ് പാക്കറ്റുകളും തുറന്ന് പരിശോധിക്കാൻ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതൊക്കെ പരിശോധിക്കാനുള്ള അവകാശം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ തപാൽ ബില്ല് രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസ്സായി. ഇന്ത്യയുടെ ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് പോലെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനമെന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ അഭിമാനപ്രകടനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി ജഡ്ജിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് നാളിതുവരെ തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ അതിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കണമെന്ന ബില്ലാണ് 17-ൽ 1 പാസ്സായത്. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് അകത്തളങ്ങളിൽ തങ്ങൾക്കിഷ്ടമുള്ള ബില്ലുകളെ പാസ്സാക്കിയെടുക്കുന്നതിന് പാർലമെന്റ് MP-മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിക്കൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കിയെടുത്തു സംഘപരിവാർ. ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ശരി, പാർലമെന്റ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, തൃശൂർ ഉൾപ്പെടെ കോർപ്പറേഷൻ ഗ്രൗണ്ട് ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ നഗരങ്ങളും പട്ടണങ്ങളും പാതയോരങ്ങളും മലമടക്കുകളും പ്രക്ഷുബ്ധമാക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞോ? അതുമില്ല. രാജ്യത്തിന്റെ തെരുവുകളെ സമരോത്സുകമാക്കി നിർത്താൻ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ വിശദീകരിക്കണില്ല. രാജ്യത്തെ സംഘപരിവാർ ജനാധിപത്യത്തിന്റെ ഈ ചില്ലങ്ങളിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഫാസിസത്തിന്റെ കൈപ്പിടിക്കാൻ, അവർക്ക് അസ്വസ്ഥ സൃഷ്ടിക്കാൻ രാജ്യത്തിന്റെ തെരുവുകളിൽ പ്രക്ഷോഭം സൃഷ്ടിക്കുന്നതിന് പോലും പ്രബലരായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിസ്സീമമായ പങ്കാളിത്തം വഹിച്ചവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല, ദളിത് ജനവിഭാഗങ്ങളുടെ മുന്നോക്കത്തിനും അതുപോലെ തന്നെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദളിത് കൂട്ടായ്മകൾക്കും രാഷ്ട്രീയത്തിനും കഴിയുന്നില്ല. എവിടെയാണ് പോകുന്നത് ഇവർ? എവിടെയാണ് പോകുന്നത്? ജനാധിപത്യ ഇന്ത്യയിൽ അതിന്റെ പാർലമെന്റുകളിൽ അബദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ തെരുവുകളെ സംഘർഷഭരിതമാക്കാൻ, സമരോത്സുകമാക്കാൻ ഇവിടത്തെ പ്രതിപക്ഷ കക്ഷികൾക്കും കഴിയാതെ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായും ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിനെ
കടക്ക് കത്തിവെക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ആലോചിച്ച് നോക്ക്, ഗവർണർമാരെ തീരുമാനിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ BJP ഏതര ഗവൺമെന്റുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ തീരുമാനിച്ചിരിക്കുന്നത് BJP നിയന്ത്രിക്കുന്ന ഗവർണർമാരെയാ. കേരളത്തിൽ ഉൾപ്പെടെ അസ്വസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന് എപ്പോഴും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ജനാധിപത്യപരമായ നിലപാടുകളെ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം അതിനി പാടില്ല എന്നാണ് സംഘപരിവാർ തീരുമാനിക്കുന്നത്. ഒരു യൂണിയൻ ഇന്ത്യ എന്ന കൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. സുരേന്ദ്രന് പകരമുള്ള റോളാണ് ഗവർണർ എന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരിഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരിഫ് ഖാൻ, മുഹമ്മദ് എന്നൊക്കെ പറയാൻ മടിയ. സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ആരിഫ് ഖാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലാണെങ്കിലും രവി എന്ന് പറയപ്പെടുന്ന ഗവർണർ തമിഴ്നാട്ടിൽ അത്രയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഫെഡറൽ സിസ്റ്റത്തിന് എതിരായി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ സംഘപരിവാർ പണിയെടുക്കുന്നത് വലിയ അപകടമാണ് രാജ്യത്തിനുണ്ടാക്കി വെക്കുക. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റുകളെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തുന്നു. ജനാധിപത്യപരമായ നിയമസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും നിരന്തരമായി അതിനെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത്തരം ബില്ലുകൾക്കെതിരായി മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്നു. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഫാസിസമാണ് എന്ന് ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തെരുവ് ഗുണ്ടകളുടെ എല്ലാവിധ സംജ്ഞയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗവർണർമാരെ തീരുമാനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഫെഡറൽ സിസ്റ്റത്തെ ഇല്ലാതാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കാശ്മീരും ലക്ഷദ്വീപും മണിപ്പൂരും അതുപോലെ തന്നെ നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലത്ത് അത്തരം പ്രദേശത്തെ ആളുകളെ, അവിടുത്തെ ഗോത്രങ്ങളെയും അത്തരം പ്രവിശ്യകളിലെയും നേതൃത്വങ്ങളെ കൂട്ടിയിണക്കി ജവഹർലാൽ നെഹ്റു പ്രത്യേകമായ നിയമം അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത് അവരുടെ സംസ്കാരത്തെയും അവരുടെ സംസ്കൃതിയെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഗണിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും അവരുടെ ഭാഷകളെയും അവരുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും പരിഗണിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടുമുള്ള നിയമനിർമ്മാണമാണ് അന്ന് പാർലമെന്റ് ഉണ്ടാക്കിയത്. എന്നാൽ അതിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തുകൊണ്ട് കാശ്മീരിന്റെ പദവി എടുത്തു കളയുന്നു. ഫെഡറൽ സിസ്റ്റത്തിനാണ് അവിടെ പരിക്ക് പറ്റുന്നത്. ലക്ഷദ്വീപിന്റെ അവകാശങ്ങളെ തകർത്ത് കളയുന്നു. ആ ഗോത്രവർഗത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളെ ഇല്ലാതെയാക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും വ്യത്യസ്ത പ്രദേശങ്ങളിൽ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത പ്രദേശങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ പാർലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറയുന്നത് ഈ രാജ്യ ജനാധിപത്യ ഇന്ത്യ എങ്ങോട്ട് പോകുന്നു? ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യം അപകടപ്പെടുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ഉള്ളത്. ഇതേതെങ്കിലും ഒരു പാർട്ടിയെ ബാധിക്കുന്ന പ്രതിസന്ധിയല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന പ്രതിസന്ധിയല്ല, ഏതെങ്കിലും ഒരു മതക്കാരനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല, ഏതെങ്കിലും ജാതിയുടെ മാത്രം ഒരു പ്രശ്നവുമല്ല, മറിച്ച് ജനാധിപത്യ ഇന്ത്യ അപകടപ്പെടുന്നു. ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രമെന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർഡിലും ലിവർപൂളിലും ഒക്കെ ഉണ്ടാക്കുന്ന ബെൻസിന്റെയും BMW കാറിന്റെയും ഒക്കെ ഹോണുകളുടെ ശബ്ദം മാറാൻ വേണ്ടി പോകുന്നു.
ആ ഹോണുകൾ നമുക്കറിയാം. തൃശൂർ കോർപ്പറേഷന്റെ മുമ്പിലൂടെ പോകുന്ന ബെൻസ് വാഹനത്തിന്റെ ഹോൺ നമുക്കറിയാം, നമുക്കൊക്കെ കേട്ട് ശീലമുണ്ട്. BMW ഹോൺ. ഇനി കന്നുകാലികളുടെ ശബ്ദമാണ് അത്തരം കാറുകൾക്ക് വെക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നിതിൻ ഗഡ്കരി ഉൾപ്പെടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, രാജ്യത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ മാറ്റം എങ്ങോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്? ഈ തരത്തിൽ ഇന്ത്യ രാജ്യത്തെ വളരെ മലിന ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ് എന്നും അത് ജനാധിപത്യവും മതേതര മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നീളം കൂടിയത് എന്ന് അഭിമാന പുരസരം ഞാനും നിങ്ങളും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ജനാധിപത്യ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് ഹിംസാത്മക ഹിന്ദുത്വത്തിന്റെ, മനുസ്മൃതിയുടെ, സംഘപരിവാറിന്റെ, ഫാസിസത്തിന്റെ ഒരു പുതിയ ലിഖിതമായ ഭരണഘടന ഈ രാജ്യത്തേക്ക് വന്നാൽ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ? എന്തായിരിക്കും നാടിന്റെ അവസ്ഥ? സംഘപരിവാറിന്റെ കൗരവപ്പടകൾ രാജ്യത്തിന്റെ തെരുവുകൾ സർവായുധ വിഭൂഷകരായി ഇന്ത്യൻ രാജ്യത്തിന്റെ തെരുവുകൾ കൈയടക്കുന്ന കാലമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ ആഘോഷങ്ങളുടെ പേരിൽ, ഗണപതിയുടെ പേരിൽ നടക്കുന്ന ആഘോഷങ്ങൾ, ഹനുമാന്റെ പേരിൽ നടക്കുന്ന ആഘോഷങ്ങൾ, അത്തരം ആഘോഷങ്ങളുടെ പേരിൽ ഇന്ത്യൻ തെരുവുകളെ ചോരപ്പുഴയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് തെരുവുകളിൽ സംഭവിക്കുന്നത് എങ്കിൽ പാർലമെന്റിനകത്ത് തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന തരത്തിൽ ഈ രാജ്യത്തെ മലിനമാക്കുന്ന നിയമനിർമ്മാണമാണ് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ പൗരന്മാർ പരസ്പരം തലതല്ലിച്ചാവാൻ, പരസ്പരം കൊമ്പ് കോർത്തുകൊണ്ട് പരസ്പരം ആയുധമേന്തി വെല്ലുവിളിക്കുന്ന ഒരു തെരുവിനെയാണ് ഫാസിസം സ്വപ്നം കാണുന്നത് എങ്കിൽ ജനാധിപത്യ ഇന്ത്യ അടിവരയിട്ടുകൊണ്ട് സായം സന്ധികളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ റിപ്പബ്ലിക് സായം സന്ധിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ജനാധിപത്യ ഇന്ത്യ പറയുന്നു, ഫാസിസം സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ രാജ്യം ഇവിടെ പുലരാൻ പോകുന്നില്ല എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം എന്താ? ജനാധിപത്യം നിലനിൽക്കണമെന്നത് തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെട്ടത് 67% ആളുകൾക്ക്. കേവലം 33% ആളുകൾക്ക് മാത്രമാണ് നരേന്ദ്രമോദി നിലനിൽക്കണമെന്ന താല്പര്യമുണ്ടായത്. ബാക്കി പോൾ ചെയ്ത 67% ആളുകളും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും സംഘപരിവാറും വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ്. ജനാധിപത്യ ഇന്ത്യ തകർന്നിട്ടില്ല, ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. മസ്ജിദിന്റെ പള്ളിപ്പറമ്പിൽ രാമൻ വന്നു എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് രാമനാശ്രയിക്കപ്പെട്ട രാഷ്ട്ര നിർമ്മാണം നടന്നിരിക്കുന്നു എന്നും ഇന്ത്യ രാജ്യം ഒരു പുതിയ യുഗപ്പിറവിക്ക് തുടക്കം കുറിച്ചു എന്ന് നരേന്ദ്രമോദിയും ചില കോൺഗ്രസിലെ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും വിശ്വസിക്കുന്നത് ഇന്ത്യ രാജ്യം തകർന്നിട്ടില്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട്, സംഘപരിവാറിന്റെ കോമ്പല്ലുകളെ തച്ചു തകർത്തുകൊണ്ട് ഒരു പുതിയ ഇന്ത്യയുടെ സൃഷ്ടിക്ക്, ഒരു പുതിയ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് നമുക്ക് ഒരുമിച്ച് പണിയെടുക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ജനാധിപത്യ മുന്നേറ്റത്തിന്, ജനകീയ മുന്നേറ്റത്തിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഒരുമിച്ച് അണിനേർന്നുകൊണ്ട് നമുക്ക് മുന്നേറാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.